ഹലോ ഫ്രണ്ട്സ്, അതേ ഞങ്ങൾക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഓംപ്ലേറ്റ് അച്ചാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വെണ്ടയാണ് കേട്ടോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂടിൽ 2 വെണ്ടയ്ക്ക ഉണ്ട്, അത്രയും ഉണ്ടായിട്ടുള്ളൂ. അപ്പം വെറുതെ കളയണ്ട, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച വെണ്ടയ്ക്കേൻ്റെ കൂടെ ഇട്ട് കറിയൊക്കെ മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം വെണ്ടയ്ക്കേൻ്റെ ബാക്കും മൂടുമൊക്കെ വെട്ടി ദൂരെ കളയണുണ്ട്. എന്നിട്ട് വെണ്ടയ്ക്ക ഇതേപോലെ നീളത്തിന് അരിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്കേൻ്റെ വിഴുപ്പ് ഇഷ്ടമില്ലാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമില്ല വെണ്ടയ്ക്കേൻ്റെ വിഴുപ്പ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞെടുത്ത് നമ്മൾ കറി വെച്ചിട്ടുണ്ടെങ്കിൽ വിഴുപ്പ് അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കുട്ടാപ്പി അവന് പറ്റുന്ന പണികളൊക്കെ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധാരണ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവ അരി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്, അതിലേക്ക് കറിവേപ്പില ഇടുന്നുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ സവാള ഇല്ലാതെ ഇതേപോലെ നീളത്തിനരിഞ്ഞത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 2 പച്ചമുളക് നടുക്കൂടെ കീറി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ. ഇനി നമുക്ക് ഇതിനൊന്ന് ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ സംഭവം എന്ത് സെറ്റായിട്ടുണ്ടാവും. ഇതിന് മൂടി തുറന്നതിന് ശേഷം നമുക്കിതാ നന്നായിട്ട് അതിനെ കൈ ഇടതടാവില്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇളക്കൽ നിർത്തിയതിന് ശേഷം നമുക്കിത് പിന്നെയും മൂടി വെക്കാം കേട്ടോ. ഗ്യാസ് നിർത്തിയിട്ട് അപ്പോൾ ആവിയിലിരുന്ന് വെന്തോളെ. അപ്പം നമുക്ക് ഈ ചോറ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് 5-6 ഫീസിൽ കൂട്ടിയാണ് വേടിച്ചത് കേട്ടോ. എന്നിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഏറൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിനൊന്ന് വാർത്തെടുത്താൽ മതി. ഇതേപോലെ ഓട്ടപാത്രത്തിലേക്ക് നമ്മൾ ചോറ് കോരിയിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചോറ് കുക്കറിൽ വേവിക്കുമ്പോൾ പശപ്പ് ഭയങ്കര കൂടുതലാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോറ് അവിടെ നിന്ന് വാർന്ന് വെള്ളം പൊക്കി നല്ല സെറ്റ് മണിമണിയാളത്ത് ചോറ് ഇട്ടു കേട്ടോ. അപ്പോൾ കുട്ടാപ്പിക്ക് കഞ്ഞി വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും നമ്മുടെ അച്ചാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ മറ്റേ ഉപ്പിലിട്ട അച്ചാറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അവന് ഇങ്ങനത്തെ എരിവുള്ള അച്ചാറാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ അത് ഇട്ട് കൊടുത്തുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഇരുമ്പിച്ചട്ടി സെറ്റായി കിടപ്പുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുഴറ്റി എടുക്കണുണ്ട് കേട്ടോ. ഇരുമ്പിച്ചട്ടിയിൽ മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ചോറ് എടുക്കാൻ മക്കളെ. അതിൽ വെള്ളമുണ്ട്. എന്നിട്ട് നമ്മുടെ മുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് വെണ്ടയ്ക്കാണല്ലോ. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇനി വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മീനച്ചാറുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏത് അച്ചാറായിരുന്നാലും മതി കേട്ടോ. ഇവിടെ മീനച്ചാർ ഉണ്ടായ കാരണം എടുത്തതെന്നുള്ള. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയും ഓംപ്ലേറ്റും പിന്നെ നമ്മുടെ മീനച്ചാറും കൂടി ചേർത്ത് അങ്ങോട്ട് കൂട്ടി കുഴച്ച് ഒരു പിടിക്കണം. എൻ്റെ അമ്മോ, വേറെ ലെവല് ഫീലാണ്. സ്വർഗം കിട്ടിയ ഫീൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ. ഈ കുട്ടാപ്പിക്ക് കൊടുത്ത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ബൈ.